നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്താലോ? നല്ലൊരു ഐഡിയ ആണ് അല്ലേ? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റിപ്പീറ്റേഴ്സിനോട് എന്ന് പറയുന്ന ഒരു വീഡിയോ സീരീസിലാണുള്ളത്. അതിൽ ഓൾറെഡി 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ വീഡിയോ ആണ്. കാണാത്തവർ അതെല്ലാം കാണുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെൽഫ് സ്റ്റഡീനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ലെറ്റ്സ് ഗോ ടു ദാറ്റ് ടോപ്പിക്. സോ എന്താ നിങ്ങളുടെ അഭിപ്രായം സെൽഫ് സ്റ്റഡി ചെയ്യുന്നതിനെ പറ്റിയിട്ട്? നമുക്ക് ഓൾറെഡി എല്ലാ കണ്ടന്റും അറിയാം. ബേസിക്കലി എല്ലാ കണ്ടന്റും അറിയാം. 96 ചാപ്റ്റേഴ്സാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി കുറച്ചൊന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് അത് പഠിക്കാനുള്ള അല്ലെങ്കിൽ അറിയില്ലാത്ത ചാപ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിൽ യൂട്യൂബ് ഉണ്ട്. നമ്മുടെ ഡോപ്പയുടെ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഇഷ്ടം പോലെ ഫ്രീ ക്ലാസ്സുകൾ വരും. ഓൾ കേരള, ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇഷ്ടം പോലെ കണ്ടന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടെലഗ്രാം ചാനൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുക, ഇരിക്കുക, കാണുക, തീർക്കുക, വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പോവുക. നമ്മൾ നീറ്റ് എഴുതുക, നമ്മൾ നീറ്റിൽ സക്സീഡ് ചെയ്ത് പുറത്തേക്ക് എത്തുക. എന്താണ് മെച്ചം? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകേണ്ട, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആൻഡ് ഓഫ് കോഴ്സ് പൈസ ചിലവാക്കേണ്ട, വളരെ ലാഭകരമായിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നല്ലതാണ്. ഇനീഷ്യലി ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇതൊരു ഫ്ലോപ്പ് പരിപാടി ആവാനുള്ള സാധ്യതകൾ ഒരു 95% അതിന് മുകളിലേക്കോ ആണ്. സോ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളോട് ആണ് എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് നിസ്സാരമായിട്ട് പൈസയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ, പണമാണ് നിങ്ങളുടെ പ്രശ്നം സെൽഫ് സ്റ്റഡിക്കെങ്കിൽ, നിങ്ങൾക്ക് ഡോപ്പയിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സാപ്പ് ചാറ്റിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പൈസയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസുകൾ പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന 1-2 ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയോ നമ്മളിവിടുന്ന് ചോദിക്കും, EWS എന്നുള്ള രൂപത്തിൽ. അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസയിൽ നമ്മളിപ്പോൾ പുതിയൊരു പ്രോഗ്രാമൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ക്ലാസ് റൂം പ്രോഗ്രാം ഫ്രം ഡോപ്പ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവും നിങ്ങൾക്ക്. സോ ഡെഫിനറ്റ്ലി അതിലേക്ക് നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാം. ആൻഡ് തീരെ നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് തരുന്നതിൽ നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. ആൻഡ് അതിലേക്ക് കയറിയിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം. ഇനി പറയാനുള്ളത്, എന്തുകൊണ്ട് സെൽഫ് സ്റ്റഡി മോശമാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെൽഫ് സ്റ്റഡി പാളാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഷെഡ്യൂൾ വേണം, കൃത്യമായ ഒരു ഷെഡ്യൂൾ. അതായത് ഇന്ന് ഈ ചാപ്റ്റർ പഠിക്കണം, നാളെ ഈ ചാപ്റ്റർ പഠിക്കണം, നാളെ വൈകുന്നേരം 2 മണിക്ക് ഈ ചാപ്റ്ററിൻ്റെ എക്സാം ഉണ്ട്, മറ്റന്നാൾ ഇന്ന ചാപ്റ്റർ പഠിക്കണം. അങ്ങനെ ഒരു ഷെഡ്യൂൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ബയോളജിയുടെ ഒരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ആ ചാപ്റ്റർ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 ദിവസം ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ഞാൻ വെക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ 2 ദിവസത്തേക്ക് ആ ചാപ്റ്റർ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കും. പക്ഷേ ശരിക്കും ഈ ചാപ്റ്റർ അറിയുന്ന, സബ്ജക്റ്റ് അറിയുന്ന ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ വിചാരിക്കുകയാണ് ഇതത്ര വലിയ ചാപ്റ്റർ ഒന്നുമില്ല, ഇതൊരു 3/4 ദിവസത്തേക്കുള്ള ചാപ്റ്ററേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളൊരു 3/4 ദിവസത്തിലേക്ക് ആ ചാപ്റ്റർ ഷെഡ്യൂൾ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവൈസ് ചെയ്ത്, നിങ്ങളുടെ എഫിഷ്യൻസി നിങ്ങൾ കൂട്ടിയിട്ട് 3/4 മണിക്കൂറിൽ ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ സ്വന്തമായിട്ട് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത സാധനമാണ് ഒരു 3/4 ദിവസം കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർബന്ധത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുന്ന ഷെഡ്യൂളിൻ്റെ പ്രഷറിൻ്റെ പുറത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങളുടെ എഫിഷ്യൻസിയാണ്. നമ്മൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്തിട്ട് കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മറ്റേതാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ടൈമിങ്ങിന് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മളങ്ങനെ ഒരു വർഷം ഇരുന്ന് ഒരു വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ 96 ചാപ്റ്ററിന് പകരം നമ്മളൊരു 60 ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. 30 ചാപ്റ്റർ തീരാത്തൊരവസ്ഥയിലുണ്ടാവും. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ പരിചയമുണ്ട് ഇതുപോലെ. സാർ സെൽഫ് സ്റ്റഡി ആയിരുന്നു, കുറേ പഠിച്ചു, കുറച്ചൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നീറ്റിന് എല്ലാ ചാപ്റ്ററും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എക്സാംസിൻ്റെ കാര്യമാണ്. എക്സാംസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2 മണിക്ക് എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ആ 2 മണിയാകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും നമ്മൾ അത്രയും ടോപ്പിക്കുകൾ വായിച്ച് തീർക്കും. ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ സ്പീഡിൽ മറിച്ച് വിട്ടിട്ടാണെങ്കിലും എല്ലാ ടോപ്പിക്കുകളും കണ്ടിട്ട് 2 മണിക്ക് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കും. സെൽഫ് സ്റ്റഡി ആണെങ്കിലോ നമ്മൾ അത്രയും ടോപ്പിക്കുകൾ തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും എക്സാമൊക്കെ നമുക്ക് നാളെ എഴുതാം, ഇതൊന്നും മൊത്തം തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിത് എഴുതാൻ തുടങ്ങും. സോ അങ്ങനെ ഈ മുന്നോട്ട് മാറ്റി വയ്ക്കുക. ഇംഗ്ലീഷിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുക. ഈ മാറ്റി വയ്ക്കുന്ന ഒരു മടിയൻ സ്വഭാവം, വന്നുകൂടാനുള്ള സ്വഭാവമുണ്ട്. നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ സാധനത്തിനെ മാറ്റി വയ്ക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഡോപ്പയാണ് ബെസ്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാൽ കൂടി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ പറയും ഓരോന്നും എപ്പോൾ പഠിക്കണം
പഠിക്കണം, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം പറയും. ഈ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ട് അവരിടുന്ന ഒരു ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ട് അവരിടുന്ന എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നത് വളരെ വളരെ ഉപകാരപ്പെടും. ഇതിൽ ഈ സെൽഫ് സ്റ്റഡിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആകെ കാണുന്ന കാര്യം ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ പുറത്ത് അവൈലബിൾ ഉണ്ടല്ലോ എന്നുള്ളതാണ്. എൻട്രൻസിനെ സംബന്ധിച്ചിട്ട് ഞാൻ തുറന്നു പറയട്ടെ, ക്ലാസ്സുകൾക്ക് വലിയ പ്രാധാന്യമില്ല. ആര് എവിടെ നിന്ന് എങ്ങനെ ക്ലാസ് എടുത്ത് തന്നു എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷെ എങ്ങനെ ഷെഡ്യൂൾഡായിട്ട് എത്ര വൃത്തിയിൽ ഇൻസ്ട്രക്ഷൻ കിട്ടി, എത്രത്തോളം വൃത്തിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് സിലബസ് കവർ ചെയ്തത്, എത്ര വട്ടം റിവൈസ് ചെയ്ത് തീർത്തു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് സഹായിക്കാൻ കഴിയും. ഇനി വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡയറക്റ്റായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ പറയുക നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം. നമ്മൾ ചെറിയ പൈസയിൽ നിസ്സാരമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായതുകൊണ്ടാണെങ്കിൽ EW സ്കോളർഷിപ്പുകളുണ്ട്. EW സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുക, നമ്മൾ ഫോം അയച്ചു തരും. അതിൽ ചോദിക്കുന്ന 2-3 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതും കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഷെഡ്യൂളും നല്ലൊരു സിസ്റ്റവും നല്ലൊരു മെൻറ്റർഷിപ്പും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് തരും. സോ നിങ്ങൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടാവും. സോ സെൽഫ് സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യാം. ഇനി ഓൾറെഡി സെൽഫ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒട്ടും വൈകിട്ടില്ല, അടുത്ത നീറ്റിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വി വിൽ ഹെൽപ്പ് യു ത്രൂ ഔട്ട്. നമ്മുടെ ഒരു ഗൈഡൻസ്, നമ്മുടെ ഒരു പ്രസൻസ് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് പറയാണ്, റിപ്പീറ്റ് ചെയ്യാനാണെങ്കിലും ഈ സാധനം ഒട്ടും നല്ലതല്ല സെൽഫ് സ്റ്റഡി എന്നുള്ളത്. ബെറ്റർ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതാണ്. ആൻഡ് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ഒരിക്കൽ കൂടി പറയാണ്. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കമൻറ്റുകളായിട്ടും ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്തു തരുന്നുണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.